വി മനുപ്രസാദ്, ഞാൻ ആ പരീക്ഷയുടെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് വരാം. 58 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ് ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ ഒഴിവാക്കിയത്. ഒന്നാം റാങ്കുകാരൻ 10 ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റിക്കുകയോ എഴുതാതിരിക്കുകയോ ചെയ്തു. ഉത്തരങ്ങളിൽ 6 എണ്ണം തെറ്റിപ്പോയി, 4 എണ്ണം എഴുതിയില്ല. അങ്ങനെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അതൊരു ഇടതു നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം കഴിഞ്ഞ 1 വർഷമായി ഒന്നാം റാങ്ക് ലഭിച്ച അതേയാൾ ഈ തസ്തികയിൽ ജോലി ചെയ്യുകയാണ്. നിയമന ശുപാർശ നൽകിയാൽ 1 വർഷം വരെ PSCക്ക് റദ്ദാക്കാനാകൂ എന്നത് അവിടെ നിൽപ്പുണ്ട്. അത് നമുക്ക് സതീഷ് കുമാർ സാറിനോട് തന്നെ ചോദിക്കേണ്ടി വരും അതിനി എന്താണെന്നുള്ളത്. നോക്കൂ, 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം വേണ്ടെന്ന് വെച്ച് ഈ 10 ചോദ്യം ഇടതു നേതാവിന് എഴുതി ഫലിപ്പിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അറിയില്ല, എഴുതിയാൽ തെറ്റിയതാണ് എന്ന കാരണത്താൽ അത് 10 എണ്ണം ഒഴിവാക്കുകയാണ്. നോക്കൂ, ആ 10 ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതി ശരിയാക്കിയവർ വേറെ ഉണ്ടാകും, അവരൊക്കെ പുറത്തുമാണ്. ഈ അനീതി, ഈ മൂല്യനിർണ്ണയം മാറ്റിവെക്കാനുള്ള ഒരവകാശമാണ് എന്ന തോന്നിപ്പിക്കലിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത്. ഇങ്ങനെ കെട്ടഴിഞ്ഞ ഒരു സംവിധാനമായി PSC മാറുന്നത് ഈ നാട്ടിലെ യുവതയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ധൈര്യം, ഇങ്ങനെയൊക്കെ കാണിക്കാം എന്ന ധൈര്യം അവരിലേക്ക് എവിടെ നിന്നെങ്കിലും എത്തിയിരിക്കണമല്ലോ. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് ഒരു സംവിധാനങ്ങൾക്കും അതിനുള്ളിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നത് ശരിയല്ല. കാരണം അവരെ നിയമിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ഇഷ്ടക്കാരെ തങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്ന നിലയിലാണ് ഗവൺമെൻറ് ചില ലിസ്റ്റുകൾ കൊടുത്ത് അവരെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ തവണ നിയമിച്ചവരെല്ലാം LDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, അവർക്ക് പറഞ്ഞാൽ കേൾക്കും എന്നുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഭരണകൂടം എന്താണ് ആഗ്രഹിക്കുന്നത്? സുതാര്യമായി, എല്ലാം സത്യസന്ധമായി, സ്വജനപക്ഷരഹിതമായി അവിടെ നടക്കണം എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ PSCയിൽ അങ്ങനെയല്ല നടക്കുന്നത് എന്നുള്ളതിനർത്ഥം ഇവർ നിയമിച്ച ആളുകളെ കൊണ്ട് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ശരിയായ വണ്ണം ചെയ്യാനല്ല, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കയറ്റാൻ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, അവിടെ എല്ലാം ശരിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കുറവുള്ളത് കൊണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോയത്. അല്ലാതെ ആർക്കും ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് PSC എന്ന നിലയിലേക്ക് പറയുന്നതൊന്നും ശരിയല്ല. ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് കൂട്ടുകച്ചവടം നടത്തിയതാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ കൂട്ടുകച്ചവടം നടത്തിയത് കൊണ്ടാണ് ഒരു ഇടതുപക്ഷ നേതാവിന് അവിടെ പോസ്റ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇടതുപക്ഷ CPMൻ്റെ നേതാവ് എഴുതിയ 10 ക്വസ്റ്റ്യൻ പേപ്പർ അയാൾക്ക് ഉത്തരം എഴുതാൻ പറ്റാത്തത് കൊണ്ട്, എഴുതിയ ഉത്തരം തെറ്റായി പോയതുകൊണ്ട് അത് ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2 കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. കരുണ പറ്റിയവരാണ് മുൻ സർക്കാർ എന്നുള്ളതിൽ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്നു. എന്നാൽ പിന്നീടുള്ള ഒരു സർക്കാരിനെക്കുറിച്ച് ഇവിടെ LDFൻ്റെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? മുൻ സർക്കാരുകൾ അങ്ങനെയൊക്കെ ചെയ്തു, 10 വർഷം അങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാൽ അങ്ങനെയൊക്കെയാണ് എന്ന് ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് അന്വേഷണം നടത്തി തെളിയിക്കാനോ പുറത്തു വന്ന് പറയാനോ ശരിയായ വണ്ണം മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു എളുപ്പ വഴിയാണ് LDFൻ്റെ പ്രതിനിധി പറഞ്ഞത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുണ്ട്. 2 കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും LDFൻ്റെ പ്രതിനിധിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേരള നിയമസഭയ്ക്കകത്ത് PSC കൂടി ഒരു വിഷയമായി ഏറ്റെടുത്ത് അതിൽ നടന്ന സംഭവങ്ങൾക്ക് കൂടി പ്രമേയത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്ന് BJPയുടെ MLAമാർ ആവശ്യപ്പെടുമ്പോൾ PSCയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്, ഈ പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ PSCയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ എന്താ വിചാരിക്കുക? പ്രതിപക്ഷത്ത് നിന്ന് CPMൻ്റെ ആളുകൾ അങ്ങനെ പറയുമ്പോൾ അല്ല, PSCയെക്കുറിച്ച് മിണ്ടണം, നിയമസഭയിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എന്ന്, പ്രമേയത്തിൽ ഉൾപ്പെടുത്തും എന്ന് പറയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ BJP MLAമാർ ഉന്നയിച്ച ഒരു കാര്യത്തെ പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ PSCയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം പറഞ്ഞത് ഭരണപക്ഷ ബെഞ്ചിൽ നിന്നായിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറി എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? PSCയുമായി ബന്ധപ്പെട്ടതൊന്നും പുറത്തു വരേണ്ട ആവശ്യമില്ല എന്ന് ഇരു കൂട്ടരും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞു, എല്ലാം പഠിച്ച് കഷ്ടപ്പെട്ട് പറയുന്നതെല്ലാം ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങൾ ചെയ്യുന്ന താൽക്കാലിക ജോലിക്കിടയിൽ നിന്നുകൊണ്ട്
PSCയുടെ പുസ്തകം എടുത്തു വെച്ചൊന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറാൻ കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന ആയിരങ്ങൾ ഇവർ നടത്തുന്ന എല്ലാ ക്രമക്കേടുകൾക്കും ഇടയിൽ നിന്നുകൊണ്ട്, ഇവർ അനധികൃതമായി കുത്തിത്തിരുകുന്ന ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ന്യായമായും സത്യസന്ധമായും പഠിച്ച് ലിസ്റ്റിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ദരിദ്രജന വിഭാഗങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അവരിന്നെവിടെയാണ്? നിങ്ങളുടെ VD സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പോയി കാണാൻ, അവരോട് സംവദിക്കാൻ. കഴിഞ്ഞ തവണ അവർ സമരം ചെയ്തപ്പോൾ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നല്ലോ, സമരങ്ങളുമായി, തൊഴിലിൻ്റെ സമരങ്ങളുമായി, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് തൊഴിൽ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരാൾക്കും വരാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കില്ല എന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് വാഗ്ദാനം നൽകി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവരെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു. ഇന്ന് നോക്കുന്ന സമയത്ത് നിരവധിയായ റാങ്ക് ലിസ്റ്റുകൾ പുറത്തു നിൽക്കുന്നു. സമരം ചെയ്യുന്നുണ്ട്, അവർ സമരം, പട്ടിണി കിടക്കുന്നുണ്ട്, മണ്ണുവാരി തിന്നുന്നുണ്ട്, മുട്ടിലഴയുന്നുണ്ട്. ഒന്ന് പോയി കാണാൻ, അവരോടൊന്ന് പറയാൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ, അവരെ സമരപ്പന്തലിലേക്കൊന്ന് പോയി ആ പട്ടിണി കിടക്കുന്ന ഒരാളുടെ തലോടാൻ, അവരെ ഒന്ന് കാരുണ്യത്തോടു കൂടി നോക്കാൻ ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറി പോകുമ്പോഴും അവരാ നിയമസഭയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ മഴയത്തും വെയിലത്തും കൊതുകുകടിയേറ്റ് വെള്ളത്തിനു പുറത്ത് കിടന്നുറങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഉള്ളിലേക്ക് ആഹാരം പോകാതെ പട്ടിണി കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാൻ തിരുവനന്തപുരം സെക്രട്ടറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആ കാറൊന്ന് നിർത്തി തിരിഞ്ഞൊന്ന് നോക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സമയമുണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് ഡൽഹിക്ക് വണ്ടി പിടിച്ചു പോയ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. ജന്തർ മന്ദറിൽ പോയിട്ട് അവിടെ നടന്ന വിദ്യാർത്ഥി സമരത്തിന് പുറത്ത് മറ്റൊരു സമരത്തിന് കോപ്പുകൂട്ടിയവരുണ്ട്. ഡൽഹി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയി കുത്തിയിരുന്നവരുണ്ട്. എന്നാൽ കേരളത്തിലെ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ഒരക്ഷരം മിണ്ടാൻ, അത് പരിഹാരമുണ്ടാക്കാൻ കേരളത്തിലെ ഇടതുമില്ല വലതുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSC എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കമ്മീഷനായിരുന്നുവെങ്കിൽ, പിൻവാതിൽ സർവീസ് കമ്മീഷനായിരുന്നുവെങ്കിൽ, പാർട്ടി സർവീസ് കമ്മീഷനായിരുന്നുവെങ്കിൽ, ഇന്ന് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ND മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സതീശൻ കമ്മീഷനായി PSC ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ആശങ്കകൾ പുറത്തു പറയുമ്പോൾ PSC അങ്ങ് നശിച്ചുപോയി, നിങ്ങൾ കൊള്ളരുതാത്തതാണെന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വേവലാതിയാണ് ഇവിടെ ഒരു LDFൻ്റെ പ്രതിനിധിക്കുള്ളത്. PSCയെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളത്. PSCയെ ഞങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല. PSCക്കകത്ത് കടന്നു കയറി ആ PSCയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറുകളായി മാറിയ ക്യാൻസർ വൈറസുകളെക്കുറിച്ച് പൊതുസമക്ഷം പറയുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പറയുമ്പോൾ പൊള്ളുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.